എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. നമ്മൾ ഇന്ന് റംദാൻ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇങ്ങനത്തെ ബോട്ടിലാവുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും ചെയ്യുമ്പോൾ. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പള്ളിയാണ് വരച്ചു കൊടുക്കാനായിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ ആദ്യം വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബോട്ടിലേക്ക് വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3D ഔട്ട്ലൈനർ വേണം. 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3D ഔട്ട്ലൈനർ വെച്ചിട്ട് നമുക്ക് ഈ പിക്ചർ വരച്ചെടുക്കാം. ബോട്ടിലിൻ്റെ 4 വശത്തും സെയിം പിക്ചറാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇതാ പിക്ചർ മുഴുവനായിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. 4 വശത്തും ഒരേ പിക്ചറാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ടും 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ്. നമ്മളിപ്പോൾ പള്ളി വരച്ചില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ജെസ്സോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു 2 കോട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കോട്ടെങ്കിലും കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ 2 കോട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വാതിലുകളൊക്കെ കാണില്ലേ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കളർ ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല. ബാക്കിയുള്ള സ്പേസിലാണ് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കേണ്ടത്. അതുപോലെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും മുഴുവനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പിക്ചറിൽ 2 കോട്ട് പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 സ്ഥലത്ത് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലാസ് കളേഴ്സാണ് വേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ 5 കളറാണുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് പോണത്. അതായത് നമ്മൾ പിക്ചർ വരച്ചതിൽ വാതിലൊക്കെ ഉള്ള ഭാഗം നമ്മൾ കളർ ചെയ്യാതെ വിട്ടിട്ടില്ലേ, അവിടെയൊക്കെ നമ്മൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. വാതിലുകളിലൊക്കെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് നമ്മളൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടില്ലേ, അവിടെ നമ്മൾ പല പല കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിക്ചർ വരച്ചതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാത്ത ബാക്കി ഭാഗങ്ങളില്ലേ, അവിടെ നമ്മൾ എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക, അതിന് മാച്ചാവുന്ന രീതിയിൽ അടുത്ത കളർ കൊടുക്കുക. അങ്ങനെ എല്ലാ കളറും കൂടി മിക്സായി വരുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. ഒരു സൈഡ് പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അപ്പുറത്തെ സൈഡ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ വരുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ചെരിച്ചൊക്കെ പിടിക്കേണ്ടി വരും. അങ്ങനെ പിടിക്കുമ്പോൾ ഒഴുകി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സൈഡ് ആദ്യം പെയിൻറ്റ് ചെയ്യുക, അതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് അടുത്ത ഭാഗം ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു കളർ കൊടുക്കുക, എന്നിട്ട് അതിനോട് യോജിച്ച രീതിയിൽ തന്നെ അടുത്ത കളറും കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ കളറും കൂടി നല്ല ബ്ലെൻഡായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്.
ഗ്ലാസ് കളറൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുന്നതിനെക്കാട്ടിലും ഭംഗി രാത്രി ലൈറ്റ് ഇട്ടിട്ട് കാണുമ്പോഴാണ്. അതുപോലെ തന്നെ പകൽ ഇങ്ങനെ കാണുമ്പോൾ അത്ര കാണാനായിട്ട് ഭംഗി തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടില്ലേ, ആ പള്ളിയുടെ മുകളിലായിട്ട് നമ്മുടെ ഗോൾഡൻ കളർ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പകൽ കാണുമ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങളിപ്പോൾ ലൈറ്റ് ഒന്നും ഇട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ പള്ളി ബ്ലാക്ക് കളറിലല്ലേ ചെയ്തേക്കണേ, അതിന് പകരമായിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റ് കൊടുത്താൽ മതി കേട്ടോ. അതായത് ബ്ലാക്ക് കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് കളർ കൊടുക്കുന്നതിന് പകരമായിട്ട് ഗോൾഡൻ കളർ 3D ഔട്ട്ലൈൻ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് ഒരു രാത്രി ലൈറ്റൊക്കെ ഇട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഒരു റിബൺ കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ലൈറ്റ് ഇട്ടപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോർക്കിൻ്റെ സ്ട്രിങ് ലൈറ്റ് ഉണ്ടെങ്കിൽ, അതായത് ബോട്ടിലൊക്കെ ഇടുന്ന സ്ട്രിങ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഒരു സിംഗിൾ കളറായിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് കാണാനായിട്ട് നല്ല ഭംഗി. അതല്ലാതെ ഇതുപോലത്തെ എല്ലാ കളേഴ്സും കൂടിയിട്ടുള്ള ലൈറ്റ് ഇടുമ്പോൾ കാണാനായിട്ട് അത്ര രസമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ സിംഗിൾ കളർ, ഏതെങ്കിലും സിംഗിൾ കളറിലുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്